അല്ല കുഴപ്പമില്ലെന്ന് പറയുന്നേ. ഇപ്പൊ MESന്റെ കോളേജിൽ പോയി അല്ല വിദ്യാസാഗർ MESന്റെ കോളേജിൽ പഠിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ഭഗവതി സേവയ്ക്ക് റൂം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുന്നതാണ് പറയുന്നത്. അബ്ദുള്ള അത്രയും വിശാല മനസ്സാണ്. അല്ല, അത്ര വിശാലം വേണ്ട. നിങ്ങൾ കുതിരലായത്തിൽ കിടക്കാൻ സൗകര്യം തരാം എന്ന് വെച്ച് കൊട്ടാരത്തിൽ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവല്ലോ. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മെല്ലെ ജനസംഖ്യ കൂട്ടി വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുകയും ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട്. രണ്ടാമത്തെ പരിപാടി വളരെ സട്ടിലായിട്ട് ഇതര മതസ്ഥർക്ക് മേൽ ഞങ്ങളാണ് മികച്ചവരെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ധാർഷ്ട്യം അവരുടെ കയ്യിലുണ്ട്. ആ ധാർഷ്ട്യം ഇന്ന് അനുവദിച്ചു കൊടുത്താൽ നാളെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇത് 100% ഫാഷിസമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്ന ഫാഷിസമാണ്. നമ്മൾ ഈ ഗോഡ് ഫാദർ ഒക്കെ പറയുന്ന പോലെ an offer you can't refuse. അതാണ് ഇവർ ചെയ്യുന്നത്. ഐ വിൽ മേക്ക് an offer he can't refuse എന്ന് പറയുന്നത്. അതുപോലെയാണ് ഗോഡ് ഫാദർ പറയുന്ന പോലെയാണ്. അതായത് ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറയും, നിങ്ങൾ അംഗീകരിക്കുക. ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്, പക്ഷെ മതത്തിൽ പെട്ട് കഴിയുമ്പോൾ അവരൊക്കെ പൊട്ടന്മാരാണ്. അവർക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ സാക്കിർ നായിക്കുന്ന ഒരുത്തനുണ്ട്. അയാൾ ശുദ്ധ ഭോഷ്ക്ക് വിളിച്ചു പറയാണ് അയാളുടെ മതമാണ് സുപ്പീരിയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറെ സ്യൂഡോ സയന്റിസ്റ്റിനെ നിരത്തി സംസാരിക്കുകയാണ്. ഞാൻ ഹിന്ദു മതത്തിലുള്ള സുഹൃത്തുക്കളോടും പറയും, നിങ്ങൾ വെറുതെ സയൻസ് ഇതിലുണ്ടെന്ന് പറഞ്ഞ് പൊട്ടത്തരം പറയരുത്. ഇതിന്റെ ലക്ഷ്യം വേറെ, അതിന്റെ ലക്ഷ്യം വേറെ. ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്റെ മതം ശാസ്ത്രമാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മതം വളരെ അബദ്ധമായിട്ടേ തോന്നുള്ളൂ. പുറത്ത് ശാസ്ത്രത്തിന്റെ എലിമെന്റ്സ് മതങ്ങളിൽ ഉണ്ടായിരിക്കാം, അത് മനുഷ്യരാശിയുടെ പിന്നെ ഈ എവല്യൂഷനിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതാണ് സയൻസ് എന്നൊരു മതം അങ്ങ് ക്ലെയിം ചെയ്താൽ അത് അബദ്ധമാണ്. ഇസ്ലാം മതത്തിൽ സാക്കിർ നായിക്കിന്റെ വിഭാഗക്കാരനാണ് നമ്മുടെ അബ്ദുള്ള സാഹിബ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിതീവ്ര ഇസ്ലാമാണത്. കോട്ടും സൂട്ടും ഇട്ട വിഡ്ഢികള്, കോട്ടും സൂട്ടും ഇട്ട അക്രമികളെയാണ് ഈ മുജാഹിദ് എന്ന് വിളിക്കുന്നത്. ഗംഭീരമായിട്ട് ഇൻസേർട്ട് ചെയ്ത് പാന്റൊക്കെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ വെള്ളപ്പൊക്കം പോലെ ഉയരം കുറവായിരിക്കും പാന്റിനൊക്കെ, മുട്ട് പിന്നെ നെരിയാണി തൊടില്ല, നജസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് കണ്ടാൽ തോന്നുന്നു ഇവർ വളരെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഇവർ വളരെ അപകടകാരികളാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ ജിഹാദ് ചെയ്യുന്നവനെന്നാണ് അർത്ഥം, സമരമാർഗി എന്നർത്ഥം. അല്ല ശ്രീ ഗുരുമൂർത്തി, നിങ്ങളുടെ പരാമർശം എന്തായാലും അബ്ദുള്ള സാഹിബിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആൾ ചിരിക്കുന്നുണ്ടാവും. എനിക്ക് ഇയാളെ കാണാൻ പറ്റുന്നില്ല, ഡാർക്കായിട്ടാണ് കാണുന്നുള്ളൂ, ഒന്നും കാണുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വെച്ചാല്, എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം, അദ്ദേഹം എത്രയും പെട്ടെന്ന് മതം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു കുറച്ചുകൂടെ അല്ലെങ്കിൽ ഒന്നല്ലേ നിങ്ങൾ ഏത് മതത്തിലേക്കും പോയിക്കോ. പക്ഷേ ഇസ്ലാം മതത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മേൽ ഞങ്ങൾക്കൊരു അധീശത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇസ്ലാം മതത്തിന്റെ ആദ്യത്തെ പള്ളി, മെക്കയിലെ പള്ളി എങ്ങനെ ഉണ്ടായതാണ്? ഇവർ പല ന്യായം തലകുത്തി എന്ന് പറയും, ഈ പല ന്യായം പറയും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഓവർനൈറ്റ് ഉണ്ടാക്കിയ ഉടമ്പടി മുഹമ്മദിന്റെ ഭാഗത്ത് ലംഘിച്ചിട്ടാണ് അലിയും കൂട്ടരും പോയിട്ട് പള്ളി പിടിച്ചെടുക്കുന്നത്. മറ്റവരുടെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം പിടിച്ചെടുക്കുകയും അതിനകത്ത് അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ തച്ചുടക്കുകയും അവിടെ ഈ അധീശത്വം കൊണ്ടുവരിക ചെയ്തത്. അധീശത്വത്തിലൂടെ തുടങ്ങിയ മതമാണിത്. ഞാനിത് പറയുമ്പോൾ എന്റെ തലയ്ക്ക് ഒരു വിലയിടും, അല്ല എന്നെ വെട്ടിക്കൊന്നുകളയും, ഒരു പുല്ലും സംഭവിക്കില്ല. ഞാൻ ചത്താലും ഈ ഓഡിയോ ഇവിടെ കിടക്കുമല്ലോ. ഒരുപാട് ജനങ്ങൾ ഇന്ന്, ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഇത് മനസ്സിലാക്കുന്നുണ്ട്. അധീശത്വത്തിന്റെ മതമാണിത്. മെല്ലെ മെല്ലെ കടന്നുകൂടും. ബിരിയാണി കൊടുത്ത് തുടങ്ങുക, നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി തരാതെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകും. മെല്ലെ തീറ്റ കൊടുത്ത് മതം ചെലുത്തുന്നവര്, പെണ്ണ് കെട്ടിച്ചു കൊടുത്ത് മതം മാറ്റുന്നവര്, ജോലി വാഗ്ദാനം ചെയ്ത് മതം മാറ്റുന്നവര്, കുഴിമന്തി കൊടുത്ത് മതം ഓർമ്മിപ്പിച്ച നന്നായി, കുഴിമന്തി കൊടുത്ത് പിന്നെ മതം മാറ്റുന്നവര്, കഫം തുപ്പിയ ബിരിയാണി കൊടുത്തിട്ട് മതം മാറ്റുന്നവര്, ഇങ്ങനെ എന്ത് വൃത്തികെട്ട ഹീന മാർഗത്തിലൂടെയും മറ്റു മതസ്ഥരുടെ മേലെ ഞങ്ങളുടെ മതമാണ് കേമം സ്ഥാപിക്കാൻ വേണ്ടി ഇവർ നടത്താത്ത തത്രപ്പാടില്ല. ഇവരെ വിമർശിക്കുന്നവരെ ചൈനമംഗം മറ്റേ ഇയാളെ പറ്റി പറഞ്ഞില്ല, നമ്മുടെ ഹമീദ് മാഷ പെട്ടെന്ന് ഹമീദ് മാഷ ഏത്തിയിസ്റ്റ് ആണ്. ഞാൻ മറ്റേ മരിച്ചുപോയ ചേകനൂർ മൗലവിയെ കൊന്നത് സുന്നി ടൈഗർ ഫോഴ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്നാ പറഞ്ഞത്. ഇത് പല പേരും ഉണ്ടാക്കും. 3 പതിറ്റാണ്ട് കഴിഞ്ഞു ഇന്നത്തേക്ക്. അതെ, ചേകനൂർ മൗലവി 31 വയസ്സ്. തിരോധാനൊന്നുമില്ല. അയാള് ഇപ്പോഴും മറ്റേ പിന്നെ അനിക്സ്പ്രേ പോലെ ആയിപ്പോയി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ പരസ്യമുണ്ട് പണ്ട് അനിക്സ്പ്രേന്റെ. അതായത് ചേകനൂർ മൗലവി പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്ത്, ചുവന്ന കുന്നെന്ന സ്ഥലത്ത് വെച്ചിട്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചിട്ട് CBI എത്രയോ ദിവസങ്ങൾ എടുത്ത് മണ്ണ് മാന്തിയിട്ട് 2 ഹവായിയാണ് കിട്ടിയത്. അയാളെപ്പറ്റി ഒരു രൂപരേഖയില്ല. അപ്പൊ എങ്ങനെയും കൊല്ലാനും, മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാനും, ഐ തിങ്ക് ഇറ്റ് ഈസ് എ ലൈസൻസ് ടു കിൽ. മനുഷ്യന് കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആണ് മതം എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ അപകടാവസ്ഥയാണ്.
ഇത് ഇന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ ഇവർ നമ്മുടെയൊക്കെ തലയ്ക്ക് വില പറയും. എന്റെ തലയ്ക്കും ആരിഫ് ഹുസൈന്റെ തലയ്ക്കും. ആരിഫ് ഹുസൈനെ എന്നെ പിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആരിഫ് ഹുസൈനൊക്കെ കണ്ടാൽ അന്നേരം വെട്ടി കറിയാക്കണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഈ തെമ്മാടിത്തരത്തിനും ഈ ധാർഷ്ട്യത്തിനും മുമ്പിൽ കേരള ജനത ഇനിയും മുട്ടുമടക്കിയാൽ ഒരു കാര്യം പ്രത്യേകം പറയാം. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ മതമില്ലാത്തവരാണ്, മതത്തിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണെന്ന്. എന്നാൽ ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി, ഞാൻ ആ ഭാഷ ഇവിടെ പറയാണ്, ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി സംഘടിത മതങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏക ജോലി. അല്ല, പള്ളിക്കൂടമാവണമെന്ന് പാടി നടന്നവരാണ് ഇന്നലെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതെ അതൊക്കെ ചുമ്മാ വെറുതെ വായോണ്ട് തൊള്ളകൊണ്ട് പുട്ടുണ്ടാക്കുന്നതാണ്. കോഴിക്കോട് തൊള്ളപ്പുട്ട് എന്നാ പറയാ. തിന്നാൻ കൊള്ളൂല, തൊള്ളോണ്ട് പുട്ടുണ്ടാക്കുന്ന ആൾക്കാർ. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടൊരു കുഴപ്പം എന്താ വെച്ചാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണകക്ഷിയും ഒരിക്കലും ഇസ്ലാമിനെ നുള്ളി നോവിക്കുക പോട്ടെ ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യില്ല. ഇസ്ലാം എന്താവശ്യപ്പെടുന്നു അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒന്നാം തരം കച്ചവടക്കാരൻ, മാംസ വ്യാപാരികളാണ് ഇവര്. അതുകൊണ്ട് നമ്മളുടെ ജനത ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇമാരുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണേ, നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ പോയി നിസ്കരിക്കാൻ പറയണം. സ്കൂളിലും കോളേജിലും അല്ല നിസ്കരിക്കേണ്ടത്. ഹിന്ദുക്കൾ നാളെ പറയാം ഞങ്ങൾക്ക് ഭഗവതി സേവ ചെയ്യണം അവിടെ നിന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥമുള്ളത്? അതെ അതെ, പഠിക്കാൻ ചേരുന്ന സ്ഥലത്ത് പഠിക്കാൻ പോവുക. അവിടെ നിങ്ങൾ ബസ്സിന് കല്ലെറിഞ്ഞില്ല എന്നല്ല, ബോംബ് പൊട്ടിക്കുന്നതും ലോകം മുഴുവൻ അസമാധാനം സൃഷ്ടിക്കുന്നതും ആസനത്തിന് സ്വർണം കടത്തിയിട്ട് ഈ നമ്മുടെ ഇക്കോണമി അട്ടിമറിക്കുന്നതും കുണ്ടി ഫോൺ നടത്തിയിട്ട് പിന്നെ രാജ്യത്തെ നശിപ്പിക്കാൻ എന്ത് തെമ്മാടത്തിലുണ്ടോ അതിൽ ഈ മതം പഠിച്ചവനുണ്ടാവും.